പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ പോസ്റ്റ് ഇടുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് ഞാനിത് ചോദിച്ചറിഞ്ഞപ്പോൾ ഏതോ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അനൗൺസ്മെൻ്റ് ആയിട്ടാണ് അത് പറഞ്ഞത്. കൃത്യമായിട്ട് അറിയില്ല, സ്റ്റേഷൻ എന്നേ പറയുന്നുള്ളൂ. അത് പോലീസ് സ്റ്റേഷനാണോ, റെയിൽവേ സ്റ്റേഷനാണോ, ബസ് സ്റ്റേഷനാണോ, ഏതായാലും അതൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഏത് സ്റ്റേഷനാണെങ്കിലും, പോലീസ് സ്റ്റേഷനായാലും വേണ്ടില്ല, പിന്നെ ബസ് സ്റ്റേഷനായാലും വേണ്ടില്ല, ഏത് സ്റ്റേഷനാണെന്നുണ്ടെങ്കിലും ഈ പരിസരങ്ങളിൽ, അതായത് ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സാഹചര്യം എന്താണെന്നും ഭക്ഷണം കൊടുക്കാനുള്ള മറ്റ് ആൾട്ടർനേറ്റീവ്സ് എന്തെങ്കിലും ആ മാനേജ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നും ഒക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്കതിലൊരു കമൻറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2025 നവംബർ 7-ാം തീയതിയിലത്തെ സുപ്രീം കോടതി ഓർഡറിൻ്റെ മറവിലാണ് ഈ തോന്നിവാസങ്ങളെല്ലാം ഓരോരുത്തരും, അതായത് പോലീസ്, തദ്ദേശ സ്ഥാപനങ്ങൾ, പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റുള്ള പിന്നെ ഈ ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു പൊതുജനം എന്നൊരു കഴുതയുണ്ടല്ലോ. രാഷ്ട്രീയക്കാർക്ക് വോട്ട് കൊടുക്കാനും ചുമരെഴുതാനും പുതിയതായിട്ടുണ്ടാക്കിയിട്ടുള്ള റോഡിൻ്റെ മുകളിൽ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലൈനിങ്ങൊക്കെ ബോർഡറൊക്കെ ഇട്ടിട്ടുള്ള റോഡിൻ്റെ മുകളിൽ താമരയും അരിവാൾ ചുറ്റിക നക്ഷത്രവും കൈപ്പത്തിയൊക്കെ വരയ്ക്കുന്ന ഇത്രയും ഇറസ്പോൺസിബിളായിട്ടുള്ള ചില ഇതിന് മാത്രം ആരുടെയൊക്കെയോ അടിമകളായിട്ട് ജീവിക്കുന്ന കുറേ കഴുതകളുണ്ടല്ലോ. ഇവർക്കൊക്കെ ഭരണഘടന എന്താണെന്നോ ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവനവൻ്റെ ഡ്യൂട്ടികൾ എന്താണെന്നോ ചിന്തിക്കുന്നില്ല. ഇവർ ഈ നവംബർ 7-ാം തീയതിയിലത്തെ ഉത്തരവ് എന്ന് പറയുന്നത് ഇവർ വ്യാഖ്യാനിക്കുന്നത് പേപ്പറിൽ അങ്ങനെ കണ്ടു, അല്ലെങ്കിൽ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു. അവനവൻ സ്വന്തമായിട്ട് ഭരണഘടന എന്താണെന്നോ, ആ ഭരണഘടനയിൽ പറയുന്നത് എന്താണെന്നോ, ആ ഭരണഘടനയിൽ പറയുന്ന ജീവജാലങ്ങളെ, അവരുടെ ജീവിതത്തെ ഈ ഒരു ഓർഡർ, അല്ലെങ്കിൽ ഈ ഓർഡറിൻ്റെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനം എങ്ങനെയാണ് അവരെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതൊന്നും ചിന്തിക്കാനുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിയോ ബോധമോ ഇല്ലാത്ത ജനങ്ങളും ഈ പബ്ലിക് സർവൻസുമാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം ഓർക്കുക. അപ്പോൾ ഈ അനൗൺസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഏതോ ഒരു പബ്ലിക് സർവൻ്റാണ്, ഒരു ലേഡിയുടെ വോയിസാണ് ഇതിൽ കേൾക്കുന്നത്. ഇതിൽ പറയുന്നത് ഈ സ്റ്റേഷൻ പരിധിയിൽ, ഈ സ്റ്റേഷൻ പ്രിമൈസിൽ, സ്റ്റേഷൻ പരിസരങ്ങളിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇതൊരു ഒരു സേഫ്റ്റി ഇഷ്യൂ ആണ് എന്നാണ്. ഞാനൊരു സേഫ്റ്റി ഓഫീസറാണ് കേട്ടോ. എന്താണ് ഇതിലത്തെ സേഫ്റ്റി എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയിൽ, ഒരു പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഒരു സേഫ്റ്റി മാനേജറായിട്ടും സേഫ്റ്റി ട്രെയിനറായിട്ടും വർക്ക് ചെയ്തതാണ്. എമർജൻസി പ്രിപ്പയർഡ്നെസ്, എല്ലാ സേഫ്റ്റി ഇഷ്യൂസും, അതായത് ഏത് സമയത്തും ഒരു ഗ്യാസ് ലീക്കോ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയോ ഉണ്ടാകുന്ന അത്രയും ഹസാർഡസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത, അവിടെ ഒന്നും ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത എന്ത് കാര്യമാണ് ഇവിടെ ഒരു സേഫ്റ്റി ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത് തികച്ചും ദുരുദ്ദേശപരമാണ്. അതായത് ഈ തെരുവ് നായ്ക്കൾ എല്ലാ സ്ഥലത്തും എന്തോ ഭീകരജീവികളാണ്. അവരുടെ പ്രസൻസ് തന്നെ ഈ സമൂഹത്തിന് എന്തോ വലിയൊരു ആപത്ത് സൃഷ്ടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അവരെ ഇവിടുന്ന് ആട്ടി ഓടിക്കണം എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ, ഇതെങ്ങനെയായാലും ഇത് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പബ്ലിക് സർവൻ്റാണ്. ഒരു പബ്ലിക് സർവൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഈ ജീവജാലങ്ങളോട് ഈ ഒരു ഹേറ്റ്രെഡ് കാണിക്കുന്ന അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് കുറ്റകരമാണ്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് എന്തിനെ സംബന്ധിച്ചാണ്?
നവംബർ 25 നവംബർ 7 2025 നവംബർ 7 ഉത്തരവിനെ മറപിടിച്ചിട്ടാണ്. നവംബർ 7 ഉത്തരവിൽ എവിടെയാണ് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇവർക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ABC റൂള് കൃത്യമായിട്ട് പാലിക്കണം. അപ്പോൾ ഈ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആളുകൾ കൂടുന്ന ഈ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്പോർട്സ് കോംപ്ലക്സ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് ഡിപ്പോകൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ കൂടുകയും പിന്നെ അതായത് ഈ ഉത്തരവ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. അത് പുനഃപരിശോധനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ അത് അവർക്ക് കിട്ടിയിട്ടുള്ള എത്രയോ ഹർജികളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെ അത് പുനഃപരിശോധനയ്ക്ക് തയ്യാറായിട്ട് ഫൈനൽ വിധി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതല്ല. ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ള പോലെയുള്ള എന്തോ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ അനൗൺസ് ചെയ്യുന്ന ആളും ഈ അനൗൺസ് ചെയ്യുന്ന ഈ ഒരു പബ്ലിക് അതോറിറ്റി, അത് ഏതാണെന്നറിയില്ല, ബസ് സ്റ്റേഷനാണോ റെയിൽവേ സ്റ്റേഷനാണോ പോലീസ് സ്റ്റേഷനാണോ, എന്തോ ഒരു സ്റ്റേഷൻ എന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പബ്ലിക് സർവൻ്റാണ്. ഈ പബ്ലിക് സർവൻ്റ് ഇത് മറ്റേ ഭരണഘടനാപരമായിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷന് ഷീ സബ്ജക്റ്റ് ടു ദി ഡിസിപ്ലിനറി ആക്ഷൻ. അപ്പോൾ ഇത് BNS 57, അതായത് പ്രേരണ കുറ്റത്തിന് മറ്റുള്ളവരെ തെറ്റായ രീതിയിൽ സുപ്രീം കോടതി ഓർഡർ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ ആ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്ന് അവരെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി സീരിയസ് ക്രൈം. നിങ്ങളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അത് തടസ്സപ്പെടുത്തുകയും നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ അനൗൺസ്മെൻറ്റ് എവിടെ ഉണ്ടായിട്ടുള്ളതായാലും ഈ അനൗൺസ്മെൻറ്റ് പിൻവലിക്കുകയും അത് സാധാരണ ജനങ്ങൾക്ക് അത് ഒരു തരത്തിലും അവർ ഫീഡ് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുകയും ചെയ്യാണ്ടിരിക്കാൻ ഈ പ്രത്യേക സ്ഥലത്തെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഗുരുതരമായിട്ടുള്ള BNS സെക്ഷൻസ് അനുസരിച്ച് മാത്രമല്ല, ഇത് പബ്ലിക് അതോറിറ്റീസ് പബ്ലിക് സർവൻസ് ആയത് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2006 ജനുവരി ഒരു പർട്ടിക്കുലർ ഒരു ഓർഡറുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓർഡർ. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള എനിമൽ ക്രൂവൽറ്റീസ് ചെയ്യുന്ന പബ്ലിക് സർവൻസിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റിനെ അടക്കം ബാധിക്കുന്ന ഒരു ഉത്തരവാണത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ്. ഈ ഉത്തരവനുസരിച്ച് ഞങ്ങൾ ഇത് കേസ് ഫയൽ ചെയ്യും. വി വിൽ ഫയൽ എ കേസ് എഗെയിൻസ്റ്റ്, ഇത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളിതിന് എതിരായിട്ട് ഈ ഉത്തരവ് വെച്ചിട്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്യും. വി ആർ ഗോയിങ് ടു ഡൂ ദാറ്റ്. ഞാൻ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ അനിമൽ വെൽഫെയർ ഓഫീസറാണ്. ആൻഡ് വി അലോങ് വിത്ത് അനിമൽ വെൽഫെയർ ബോർഡ് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ നടപടി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും അത് പിൻവലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷന് വേണ്ടി മുന്നോട്ട് നീങ്ങുന്നതുമാണ്. ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ പൊതുജനങ്ങളുടെ അറിയിപ്പിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഒരു സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവിൽ എന്തോ പറഞ്ഞിട്ടുള്ളതിനെ അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് അതിനെ ജീവജാലങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിഷേധിക്കാൻ എന്താണ് നിങ്ങൾക്ക് അവകാശം? ഭക്ഷണം എന്നുള്ളത് ഒരു ജീവിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. സുപ്രീം കോടതി തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സിൽ പെട്ടിട്ടുള്ള ഒന്നാണിത്.
ഈ സുപ്രീം കോടതി അപ്രൂവ് ചെയ്തിട്ടുള്ള ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇത് സുപ്രീം കോടതിയുടെ ഓർഡറാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ രീതിയിൽ അനൗൺസ് ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് ധൈര്യം തന്നത്? ആരാണ് നിങ്ങൾക്ക് അതിന് ധൈര്യം തന്നിട്ടുള്ളത്? ഹൂ ഹാസ് ഗിവൺ യു ദ റൈറ്റ് ഫോർ ദാറ്റ്? ഇതെല്ലാം തന്നെ എനിമൽ വെൽഫെയർ ബോർഡും ഇവിടുത്തെ എനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസും വളരെ ഗൗരവമായിട്ട് എടുക്കുകയും ഇത് വളരെ ശക്തമായിട്ടുള്ള നിയമത്തിന് ഞങ്ങൾക്ക് എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനിമൽ ക്രൂവൽറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഞങ്ങളിത് നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതാണ് ഈ അനൗൺസ്മെൻറ്റ് പിൻവലിച്ചിട്ടില്ലെങ്കിൽ. ഇതെവിടെയാണെന്ന് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, ആ സ്ഥലം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു അനൗൺസ്മെൻ്റായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഈ നിയമലംഘനങ്ങൾ, അതായത് ഈ മനുഷ്യത്വത്തെയും ഇന്ന് വരെയുള്ള എല്ലാ മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങളെയും കരിവാരി തേക്കുന്ന തരത്തിലുള്ള ഒരു തരം ബിഹേവിയറാണ് പബ്ലിക് സർവൻസിൻ്റെ കയ്യിൽ നിന്നും നേരിടുന്നത്. ഇവരൊക്കെ മനുഷ്യനായിട്ടാണോ ജനിച്ചിട്ടുള്ളത് എന്ന് പോലും സംശയം തോന്നിപ്പോകുന്നു. മനുഷ്യജന്മം തന്നെയാണോ ഇവർ? ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ഈ ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ തെരുവ് നായ അക്രമങ്ങളും ഒക്കെ അനിയന്ത്രിതമായിട്ട് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഒരു വീണ്ടു വിചാരമില്ലാത്ത അതായത് പെട്ടെന്നുള്ള ഒരു എമർജൻസി ആക്ഷൻ എന്നുള്ള നിലയ്ക്ക് എടുത്തിട്ടുള്ളതും അത് റിവേഴ്സിബിളായിട്ടുള്ള ഒരു ഇതും കൂടിയാണ്. കാരണം ഇന്നും നിലനിലുള്ളത് ആർട്ടിക്കിൾ 51AGയും PCA ആക്ടിൻ്റെ PCA ആക്ട് 1960 സെക്ഷൻ 3 പ്രകാരമുള്ള ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കാത്തു സൂക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളും ABC റൂൾസുമാണ്. ABC റൂൾസിൻ്റെ റൂൾ 20 ഒന്ന് വായിച്ചു നോക്കി നോക്കുക. ABC റൂൾസിൻ്റെ റൂൾ 20 മറികടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ അനൗൺസ് ചെയ്തിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ ആ അനൗൺസ് ചെയ്തിട്ടുള്ള ആ സ്റ്റേഷൻ്റെ ഇൻചാർജിനോ ABC റൂൾസിന് മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇഫ് യു ക്യാൻ ഡൂ ദാറ്റ്, ദെൻ സീ ദാറ്റ്. Let us see what happens. റൂൾ 20 ആണോ അതോ നിങ്ങളുടെ അനൗൺസ്മെൻ്റ് ആണോ, ഏതിനാണ് നിയമപ്രാബല്യം എന്നുള്ളത് അപ്പോൾ കാണിച്ചു തരാം. എനിമൽ വെൽഫെയർ ബോർഡിന് കൃത്യമായിട്ടുള്ള പോളിസികളുണ്ട്. എനിമൽ വെൽഫെയർ ബോർഡ് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിമൽ വെൽഫെയർ ബോർഡ് ഈ PCA ആക്ടിൻ്റെ സെക്ഷൻ 4 പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള വിദഗ്ധ സമിതിയാണ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുകൊണ്ട് തന്നെ എനിമൽ വെൽഫെയർ ബോർഡ് പറയുന്ന കാര്യങ്ങൾ ഇത് നിയമപരമായിട്ട് ഇത് പ്രാബല്യത്തിലുള്ളതാണ്. അത് ലംഘിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കുക. ഈ അനൗൺസ്മെൻറ്റ് ഇത് ഏത് സ്ഥലത്താണോ ഈ അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്, ഈ അനൗൺസ്മെൻറ്റ് പിൻവലിക്കുക. ഈ അനൗൺസ്മെൻറ്റ് ഇനി ചെയ്യാൻ പാടില്ല. ആൻഡ് ദാറ്റ്സ് ഓൾ. ജയ് ഹിന്ദ്.